പൈസ ഉണ്ടായാൽ സന്തോഷം കിട്ടുമോ? നമ്മൾ പണ്ട് മുതലേ നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും. പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികം ഉണ്ടായിട്ട് വിഷമിക്കുന്ന കോടീശ്വരൻ, സങ്കടപ്പെടുന്ന കോടീശ്വരൻ എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങളൊക്കെ നമ്മൾ സിനിമയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് പൈസ ഉണ്ടായിട്ടും സമാധാനമില്ല, അല്ലെങ്കിൽ ഒരുപാട് പൈസയുള്ള ആളുകൾ പോലും പൊതു സദസ്സുകളിലൊക്കെ വന്ന് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓ, ഇതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിലൊന്നും ഒരു കാര്യമില്ല, എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറയുന്ന വലിയ വലിയ ഡയലോഗുകളൊക്കെ എല്ലാവരും നമ്മൾ പറയുന്ന ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും നമുക്ക് പൈസ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം കിട്ടുമോ? പൈസ എന്ന് പറയുന്ന ഫാക്ടർ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? പൈസ എന്ന് പറയുന്ന ഫാക്ടർ ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഞാൻ അലൻ MTPയിൽ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബേസിക്കലി നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ആക്സസിബിലിറ്റി ആണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ഇപ്പോ ഇപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊരു ബെറ്റർ ക്യാം വാങ്ങിക്കാം, എനിക്കൊരു ബെറ്റർ ഓപ്ഷൻ വാങ്ങിക്കാം, ബെറ്റർ ലൈറ്റിംഗ് സെറ്റപ്പ് വാങ്ങിക്കാം, ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. എല്ലാം നമുക്ക് കുറച്ചും കൂടെ പൈസ എന്ന് പറഞ്ഞൊരു ഫാക്ടർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? പൈസ ഇല്ലാത്തതുകൊണ്ടാ? അപ്പോ ഈ പൈസ എന്ന് പറഞ്ഞൊരു ഫാക്ടർ നമുക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറെ ഗുണങ്ങളുണ്ട്. നമുക്ക് അക്സസിബിലിറ്റി, നമ്മൾ നിൽക്കുന്ന മേഖലകളിൽ രക്ഷപ്പെടാൻ, കുറച്ചും കൂടെ നന്നായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിപ്പോ നിങ്ങളൊരു നല്ല ഡ്രൈവർ ആണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കുറച്ച് എഞ്ചിൻ CC ഉള്ള നമുക്ക് നല്ല വണ്ടി വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു മേഖലയിൽ കുറച്ചും കൂടി ഉയർച്ച കിട്ടും. എന്ന് പറഞ്ഞ പോലെ തന്നെ പൈസ എന്ന് പറഞ്ഞൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട നമുക്കൊരു സാധനം പോയി വാങ്ങിക്കാനാണ് അല്ലേ? എല്ലാം എല്ലാം നമുക്കതല്ലേ. അല്ലാതെ പൈസ നമ്മൾ പൂജിക്കുന്നത് വളരെ കുറവല്ലേ? നമ്മളെപ്പോഴും പൈസ വെച്ചിട്ട് നമ്മൾ ചെലവാക്കുകയും കൊടുക്കലും വാങ്ങലുകളും ഒക്കെയാണല്ലോ ഈ പൈസ വെച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് ആക്സസിബിലിറ്റി, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പോയി വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ഇപ്പൊ ഡ്രസ്സിംഗ് ഒക്കെ ആണെങ്കിൽ അതുപോലെ ഇഷ്ടമുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. എന്താണോ നിങ്ങളുടെ ഇഷ്ടം, ആ ഒരു ഇഷ്ടത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്ക് ഒരു 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 ഹെൽപ്പിംഗ് ഫാക്ടർ ആണ് ഈ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നോട്ട് ഓൾവേസ്. ഇപ്പൊ ഈ ഒരുപാട് പൈസയുള്ള ആളുകളൊക്കെ വന്നിട്ട്, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പൈസയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയും, ഓ, എനിക്കിങ്ങനെ പൈസ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, പൈസ ഉണ്ടാക്കാനുള്ള ഒരു വ്യഗ്രതയൊക്കെ ഉള്ളായിരുന്നു. പൈസ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ പൈസയിലൊന്നും വലിയ കാര്യമില്ലെന്ന്. അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ സമാധാനത്തിന് പുറകെയാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ പറയും. ഒരു കാര്യമില്ല. അതായത് നമുക്ക് ജീവിക്കാൻ അത്യാവശ്യം, നമ്മൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത്? നമ്മൾ എന്തിനാണ് ഇപ്പോൾ പല സമരങ്ങളും നമ്മൾ കണ്ടിട്ടില്ലേ? അതായത് ശമ്പള വർധനയ്ക്ക് വേണ്ടിയിട്ട് നേഴ്സുമാർ സമരം ചെയ്യുന്നു, ഡോക്ടർമാർ സമരം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ എന്ത് സർവീസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് പൈസ എന്ന് പറയുന്നൊരു ഫാക്ടർ വളരെ അത്യാവശ്യമാണ്. നമുക്ക് സാലറി, നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഇവർ ഈ നമ്മൾ ഈ ഒരുപാട് വിജയിച്ച ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല, അവർക്ക് എന്തും പറയാം. ഓക്കെ, അതുകൊണ്ട് അവർ പറയും, എനിക്ക് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, സമാധാനത്തിലാണ് കാര്യം പൈസ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാം അവർ ഉപേക്ഷിച്ചിട്ട് പോകണ്ടേ അടുത്ത ദിവസം? അങ്ങനെ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് പൈസ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മുടേതായ രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പൈസ വളരെ അത്യാവശ്യമാണ്. ഇനി പൈസ തീരെ ഇല്ലെങ്കിൽ, നമുക്ക് പണം എന്ന് പറഞ്ഞൊരു ഫാക്ടർ തീരെ കയ്യിലില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സസിബിലിറ്റിയുടെ നെഗറ്റിവിറ്റിയാണ്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാധനങ്ങൾ പോയി വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥ, നമുക്ക് ഒരു രീതിക്ക് നമ്മളെ വിടാതെ പിടിക്കുന്ന, നമ്മുടെ കഴുത്ത് മുറുക്കുന്ന ഒരു സംഭവമാണ് ഈ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം എന്ന് പറഞ്ഞാൽ. അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എത്രത്തോളം ഇതൊരു ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് മനസ്സിലാവുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് എപ്പോഴും ഇതൊരു കഥയായിരിക്കും. അല്ലെങ്കിൽ നിനക്ക് പൈസ ഇല്ലായിരുന്നു, അപ്പൊ ഞാനിപ്പോൾ ഒരാളുടെ ഉദാഹരണം പറയുകയാണ്, എനിക്ക് പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ പറയാം, പൈസ ഇന്ന് വരും നാളെ പോകും, നീ എന്നെ ചെയ്യാത്തതെന്ന് ചോദിക്കും. പക്ഷെ പൈസ വരണ്ടേ? എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു മാർഗത്തിൽ നിന്ന് പൈസ എത്തണ്ടേ? ഒരു സാധാരണക്കാരന്റെ കയ്യിലേക്ക്, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്സ് കയ്യിലേക്ക്, നമ്മളെപ്പോലുള്ളവരുടെ സാധാ പണിക്ക് പോകുന്ന ആളുകളുടെ കയ്യിലേക്ക് ഇത് കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൈസ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. ഇപ്പൊ ഒരു ദിവസം അധ്വാനിച്ചാൽ 800, 850, പോട്ടെ 1000 രൂപയ്ക്ക് താഴെയുള്ള ഒരു വരുമാനമായിരിക്കുമല്ലോ ഒരാൾക്ക് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിൽ നിന്ന് തന്നെ ഇപ്പൊ പെട്രോളിന് തന്നെ എത്രത്തോളം വിലയാണ്. നമുക്ക് നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും, നമുക്ക് എന്തൊരു ആവശ്യമുള്ള, അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ള എന്ത് സംഭവത്തിനാണെങ്കിലും പൈസ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ സ്വർണ്ണത്തിന്റെ ഒക്കെ പോകുമ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ട കാര്യം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പൊ ജീവിക്കാൻ വേണ്ടി സ്വർണ്ണമൊന്നും വേണ്ട. പക്ഷെ ഞാൻ പറയുമായിരുന്നു, അതൊരു ഇൻവെസ്റ്റ്മെന്റിൽ പലരും കാണുന്നവരുണ്ടല്ലോ, സ്വർണ്ണം എടുത്ത് വെക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ സ്വർണം എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് പോലും എത്രത്തോളം പൈസ അല്ലെങ്കിൽ എത്രത്തോളം മൂല്യം കൂടിക്കൂടി വരുന്നു എന്നുള്ള ഒരു കാര്യം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. കാര്യം ഇനിയുള്ള കാലത്ത് അതൊക്കെ വലിയ പാടായി വരും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നോർമൽ ഡെയിലി വേജ് വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ അകലത്തിലേക്കാണ് പോകുന്നത്. ഈ ഇങ്ങനെയുള്ള കുറച്ച് സ്വപ്നങ്ങളൊക്കെ വളരെ വളരെ ദൂരത്തിലേക്ക്, കാണാമറയത്തേക്ക്, ചന്ദ്രന് വരെ പോകും. കാര്യം ഭയങ്കര പാടാണ് പൈസ എന്ന് പറഞ്ഞൊരു ഫാക്ടർ നമുക്ക് ഉണ്ടാക്കാൻ. ഇത് പറയുന്ന പോലല്ല, പൈസ ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത്.
ഇനി പൈസ ഉണ്ടാക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് വർക്കിലാണോ നിൽക്കുന്നത്, നമ്മൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത്, ആ മേഖലയിൽ നമ്മൾ ബെസ്റ്റ് ആകുക എന്നുള്ളതാണ് പൈസ ഉണ്ടാക്കാൻ നമുക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മൾ എന്ത് മേഖലയിൽ നിൽക്കുന്നു, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ മേസ്തിരി, അവൻ ഈ വീടൊക്കെ കെട്ടാൻ പോകുന്ന ആള്, അവർക്ക് അതിനെപ്പറ്റി തന്നെ ഒരു അവയർനെസ് ഉണ്ടാവുകയും അതിനെപ്പറ്റി തന്നെ കുറച്ചും കൂടെ പഠിക്കുകയും ആ മേഖലയിൽ കുറച്ചും കൂടെ അറിവുള്ളവരാകുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും ജോലി കിട്ടാനുള്ള അവസരങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാൾ ഒരു ടൈൽ ഇങ്ങനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ടൈലൊക്കെ നോക്കി, നമ്മുടെ ചേട്ടച്ചാരാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് ഇങ്ങനെ ടൈല് കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം റെഡിയാക്കി എല്ലാം ലെവലാക്കി എല്ലാം സെറ്റാക്കി പോയി. പക്ഷെ പുള്ളിക്ക് അതിനുള്ള ഒരു അറിവുണ്ട്. അതായത് പുള്ളിയുടെ പണിക്കാരെ അത് കഴിഞ്ഞ് വിട്ടു. പുള്ളി കുറെ ജോലിക്കാരെ വെച്ചിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തു തന്നു. അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ വീടിന്റെ തൊട്ടയലോക്ക് താമസിക്കുന്ന ആളുകൾക്ക് നമ്മളോട് ചോദിക്കും, ഇത് ആരാണ് ചെയ്തതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന ആളുടെ പേര് പറഞ്ഞു കൊടുക്കും. പുള്ളിക്ക് പുള്ളി അറിയാതെ തന്നെ ഒരു പരസ്യമാണ് അവിടെ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ജോലിയിലാണോ നിൽക്കുന്നത് ആ ജോലിയിൽ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ വർദ്ധിക്കും. അത് മാത്രമല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറേയും കൂടെ അധ്വാനിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഒരു നോർമൽ ലൈഫിൽ നിന്ന് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെയൊക്കെ, കുറച്ചല്ല, നല്ല നന്നായിട്ട് തന്നെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. എങ്കിൽ മാത്രമേ ഈ പൈസ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ കയ്യിലേക്ക് വരത്തുള്ളൂ. എന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏത് മാർഗ്ഗവും സ്വീകരിക്കാനൊന്നും പറ്റത്തില്ല. നിയമപരമായിട്ട് നമുക്ക് ഈ രാജ്യത്ത് ജീവിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് മാർഗ്ഗങ്ങൾ ഉണ്ടല്ലോ. നമുക്ക് ജോലി ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന കുറച്ച് മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ മാർഗ്ഗങ്ങളിലൂടെയാണ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട്, ബിസിനസ്സാണ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് എപ്പോഴും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം. പക്ഷെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇറങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ ഏത് മേഖലയിലാണോ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലയെ പറ്റി കൃത്യമായി പഠിച്ചിരിക്കുക. ആ മേഖലയിൽ നേരത്തെ ഉള്ള ആളുകളുമായിട്ട് നേരത്തെ സംസാരിച്ചിരിക്കുക. ആ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനുണ്ടാകുന്ന നഷ്ടങ്ങൾ, ആ നഷ്ടങ്ങൾ ഉണ്ടായാൽ തന്നെ ആ നഷ്ടങ്ങളെ മാനേജ് ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടോന്നും ആദ്യം ടെസ്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ വലിയ പാടായിരിക്കും. വലിയ നമ്മൾ ചിന്തിക്കാത്ത എഡ്ജിലേക്കൊക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ അവസാനം എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൈസ എന്ന് പറയുന്ന ഫാക്ടർ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ പൈസയ്ക്ക് വേണ്ടി നമുക്ക് അലയാൻ പറ്റില്ല. നമ്മൾ ഏത് മേഖലയിൽ നിൽക്കുന്നു ആ മേഖലയിൽ ബെസ്റ്റായി പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ കുറച്ചും കൂടി വിശാലമാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് ജാക്ക്പോട്ട് അടിച്ചൊന്നും പൈസ ഉണ്ടാക്കാൻ വളരെ അതിലെന്തോ ഒരു 1000 പേരിൽ ഒരാളൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു ഭാഗ്യം. അതൊരു ലക്കാണ് കേട്ടോ. അതൊരു ഭാഗ്യം എന്ന് പറയുന്ന ഫാക്ടറിലേക്ക് കടന്നത്. പക്ഷെ എല്ലാവരും അങ്ങനെ കടന്നു പോകണമെന്നില്ലല്ലോ. നമുക്ക് ആ ഭാഗ്യം നോക്കി ഇരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മേഖലയിൽ നിൽക്കുന്നോ ആ മേഖലയിൽ ബെസ്റ്റ് ആകുക, പൈസ ഉണ്ടാക്കുക.